ഈ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്ന എങ്ങനെയാണ് ഗ്ലൈക്കോളിസിസ് വഴിയും അതുപോലെ തന്നെ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയയിലെ TCA സൈക്കിൾ വഴിയും അതേപോലെ ലിങ്ക് റിയാക്ഷൻ വഴിയൊക്കെ ഉണ്ടായിരിക്കുന്ന ഹൈ എനർജി NADH how it is converting in the form of FADH2 അതാണ് നമുക്ക് ഈ സെഷനിൽ കാണാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് നോക്കുന്നതിന് മുമ്പ് we will see how many NADH and how many FADH2 it has to be converted in the form of ATP. ഓൾറെഡി നമുക്കറിയാം ഗ്ലൈക്കോളിസിസിൽ 2 ATP ഉണ്ടായിട്ടുണ്ട്, മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ 2 GTP ഉണ്ടായിട്ടുണ്ട്. ആ 2 GTPനെ ATP ആയിട്ട് ഇന്റർ കൺവേർട്ട് ചെയ്യുക അല്ലേ. അപ്പൊ ഈ ATP എന്ന് പറയുന്നതാണ് നമ്മുടെ എനർജി കറൻസി. നമ്മുടെ NADHനെ FADH2നെ എന്താക്കി മാറ്റണം? ATP മോളിക്യൂൾ ആക്കി മാറ്റണം. അതാണ് നമ്മുടെ aim. So for that, here 2 ATP which is produced in the cytoplasm, let it be there. There is nothing to do with that 2 ATP molecule that can be directly used for the energy expense reaction. നമുക്ക് എനർജി എവിടെയൊക്കെ വേണോ അതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 2 ATP molecule യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ TCA സൈക്കിളിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ക്രബ് സൈക്കിളിൽ ഉണ്ടായിട്ടുള്ള മാട്രിക്സിൽ ഉണ്ടായിട്ടുള്ള 2 GTP molecule അത് ഈസി ആയിട്ട് 2 ATP molecule ആയിട്ട് ഇന്റർ കൺവേർട്ട് ചെയ്യും. അതായത് 2 GTP molecule ഈ 2 GTP molecule it will be converted to 2 ATP molecule by providing one phosphate group from the GTP to ADP. അതായത് ആ GTP മോളിക്യൂളിലുള്ള ഒരു ഫോസ്ഫേറ്റ് ADP മോളിക്യൂളിലേക്ക് കൊടുത്തിട്ട് അത് ATP ആക്കി മാറ്റും, GTP GDP ആയിട്ട് മാറും. അപ്പൊ അതിന്റെ ഇന്റർ കൺവേർഷൻ ഈസിയാണ്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഇവിടെ ഹിയർ ഇൻ സൈറ്റോപ്ലാസം we know 2 NADH has been produced. 2 NADH ഇത് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ ടോട്ടൽ 8 NADH പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം 2 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലിങ്ക് റിയാക്ഷൻ ദാറ്റ് ഈസ് ദ പൈറുവിക് ആസിഡ് ടു അസറ്റൈൽ കോഎൻസൈം A ഇൻ ദ പ്രസൻസ് ഓഫ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ചെയ്തപ്പോൾ ഒരു ഡീകാർബോക്സിലേഷൻ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ NAD+ റെഡ്യൂസ് ആയിട്ട് NADH ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പോൾ 2 NADH ലിങ്ക് റിയാക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. 6 NADH എവിടെ ഉണ്ടായിട്ടുണ്ട്? ഇറ്റ് ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ TCA സൈക്കിൾ. അപ്പൊ ഇവിടെ നമുക്ക് മൊത്തം 8 NADH ഉണ്ടായിട്ടുണ്ട്. ആൻഡ് വി ക്യാൻ സി 2 FADH2 ഓൾസോ ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ്. 2 FADH2 കൂടി എവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? TCA സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലില് മൈറ്റോകോൺട്രിയയില് ഇന്നർ മെംബ്രെയിനിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലെങ്കിൽ ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പ്രസന്റ് ഇൻ ദ inner membrane of the mitochondria that has to convert these all NADH to ATP molecule and this FADH2 also to ATP molecule. അതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്. So here how many NADH are there? 2 4 4 6 10 NADH നമുക്ക് എന്താക്കി മാറ്റണം? ATP molecule ആയിട്ട് മാറ്റണം. അതുപോലെ 2 FADH2നെ ATP molecule ആയിട്ട് മാറ്റണം കേട്ടോ. അപ്പൊ ഞാൻ ഇത്രയും പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എങ്ങനെയാണ് ഇത് നടക്കുന്നത്, മൈറ്റോകോൺട്രിയയുടെ എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സ്ട്രക്ചർ വരച്ചു വെച്ചിട്ടുണ്ട്. മൈറ്റോകോൺട്രിയ ഇറ്റ് ഈസ് എ ഡബിൾ മെംബ്രേനിയസ് സെൽ ഓർഗനൽ and we know this has the outer continuous membrane and the inner crystal-like structure. ആ ഇന്നർ മെംബ്രെയിനിലാണ് നമുക്ക് എന്തിരിക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ 5 കോംപ്ലക്സ് പ്രോട്ടീൻസ് ഇരിക്കുന്നത്. ഈ 5 കോംപ്ലക്സ് പ്രോട്ടീൻസ് കൂടിയിട്ടാണ് NADHനെയും FADH2നെയും ATP മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ 5 പ്രോട്ടീൻ കോംപ്ലക്സ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. So here 1 2 3 4 5 in a series it will be present. അതൊരു സീരീസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, അതായത് ഒരു ഓർഡറിലായിട്ടായിരിക്കും ഇരിക്കുന്നത് 1 2 3 4 5 എന്ന് കേട്ടോ. Now we will see which is complex 1. See here, ഇത് ഞാൻ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് ഇത് ഇവിടെ വരച്ചിട്ടുണ്ട്. നമുക്കിനി ആ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന NADH FADH2 ആയിട്ട് ഈ കോംപ്ലക്സിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ മാറുന്നതെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഹിയർ the complex 1 that is NADH UQ reductase enzyme ആണ്. അതൊരു enzyme ആണ്, NADH UQ reductase enzyme. NADH എന്ന് പറയുന്ന ഹൈ എനർജി കോമ്പൗണ്ടിന്ന് ATP മോളിക്യൂള് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരു പ്രോട്ടീനാണ് NADH UQ reductase. ഇതിന്റെ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യേണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ് കണ്ടെയ്ൻ ഫ്ലേവിൻ മോണോ ന്യൂക്ലിയോടൈഡ് FMN.
flavin mononucleotide and an iron sulfur complex. Okay. അപ്പോൾ ഫ്ലേവിൻ മോണോന്യൂക്ലിയോടൈഡും അയൺ സൾഫർ കോംപ്ലക്സും കൂടി കൂടിയതാണ് എന്ത് ദ NADH-UQ റിഡക്ടേസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കോംപ്ലക്സ്. ഇനി സെക്കൻഡ് കോംപ്ലക്സിനെ ഞാൻ പരിചയപ്പെടുത്താം. സി ഹിയർ കോംപ്ലക്സ് 2 ദാറ്റ് ഈസ് സക്സിനേറ്റ് UQ റിഡക്ടേസ്. സക്സിനേറ്റ് UQ റിഡക്ടേസ് ആണ് FADH2നെ ATP മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നത്. സോ succinate UQ reductase, it has the subunit as FAD and FES. So here this iron sulfur complex and flavin adenine dinucleated, adu ivide represent cheyiditilla, text bookil koduthittilla, adondana ഞാൻ just skip ചെയ്തേ ട്ടോ. So here this iron sulfur complex and FAD, that will be the part of succinate UQ reductase where FADH2 has to be converted in the form of ATP molecule. This is the second complex. Okay. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോംപ്ലക്സ് ഇതാ ഇവിടം വരെയാന്ന് പറഞ്ഞു. സെക്കൻഡ് കോംപ്ലക്സ് ഇസ് ദിസ് മച്ച്. ഓക്കെ. ഈ UQH2 എന്നൊക്കെ പറയുന്നത് ഈ ഫസ്റ്റ് കോംപ്ലക്സിനും സെക്കൻഡ് കോംപ്ലക്സിനും പുറത്തുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് കോംപ്ലക്സിനും സെക്കൻഡ് കോംപ്ലക്സിനും പുറത്തുള്ളതാണ് UQ and UQH2. ഇനി നമ്മൾ the third one we will see, that is complex 3, that is cytochrome BC1 complex. Cytochrome BC1 complex അല്ലെങ്കിൽ കോംപ്ലക്സ് 3ക്ക് പറയുന്ന വേറൊരു പേരാണ് UQH2 cytochrome C reductase enzyme. അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സൈറ്റോക്രോം BC1 കോംപ്ലക്സ് പറഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈറ്റോക്രോം B ആസ് വെൽ ആസ് സ്റ്റിൽ C1 ഇതാണ് എന്ത് കോംപ്ലക്സ് 3 എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ബ്രാക്കറ്റിൽ എഴുതി തരാം. ദ അതർ നെയിം ദാറ്റ് ഈസ് UQH2 cytochrome C reductase. UQH2 cytochrome C reductase enzyme. Okay, UQH2 cytochrome C reductase enzyme എന്നും പറയും. എന്തിന്? സൈറ്റോക്രോം BC1 കോംപ്ലക്സിന്. ഈ സൈറ്റോക്രോം BC1 കോംപ്ലക്സിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം. See here, cytochrome B is there, iron sulfur is there, as well as cytochrome C1 is there. Okay, cytochrome B, iron sulfur and cytochrome C1. These are the components of complex 3. എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ സൈറ്റോക്രോം C1 വരെ എന്താണ്? കോംപ്ലക്സ് 3 ആണ് കേട്ടോ. So complex 3 where we can see the electron it is transporting to help in converting NADH and FADH2 to ATP molecule. ഞാൻ ചെയിൻ ഓഫ് റിയാക്ഷൻ പറയുമ്പോൾ പറഞ്ഞുതരാം. ഈ രണ്ട് സ്റ്റെപ്പിലാണ് NADHും FADH2ഉം ഇതിനകത്തേക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതിലൂടെ എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് കോംപ്ലക്സ് 3ന്റെയും 4ന്റെയും ഫംഗ്ഷൻ കേട്ടോ. Complex 4 is nothing but cytochrome C oxidase, that is complex 4. So here complex 4 it consists of cytochrome C as well as cytochrome A3. അപ്പോൾ ഈ ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളതാണ് എന്ത് കോംപ്ലക്സ് 4 എന്ന് പറയുന്നത്. That is also electron transporter. Then we can see the complex 5. Complex 5 is nothing but oxysome. Complex 5ന് പറയുന്ന പേരാണ് oxysome. Oxysome it consists of two subunits, that is F0 and F1 complex. F0 act as a proton channel. F1 it act as ATP synthase enzyme. F1 act as ATP synthase enzyme. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസിന്തസിസിൽ പറഞ്ഞില്ലേ കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ് means the proton gradient will be making in between the lumen of thylakoid and the stroma of chloroplast. അതായത് lumen of thylakoidന്റെയും ക്ലോറോപ്ലാസ്റ്റിന്റെയും ഇടയിൽ അതായത് lumen സൈഡിൽ കുറേ പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ചെയ്ത് ആ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി മോളിക്യൂളിൽ നിന്ന് ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, അതേ മെക്കാനിസം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹിയർ ഇറ്റ് ഈസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, അവിടെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ അത് മാത്രം. ഇവിടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് ഹിയർ NADH and FADH2 is undergoing oxidation
for taking the proton to the this side intermembrane space of the mitochondria. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നടക്കുന്നതെന്ന്. ഇപ്പൊ നമുക്ക് ഈ NADH ഒക്കെ എവിടെയാണ് ഉള്ളത്? It is present inside the matrix of mitochondria. NADH എല്ലാം എവിടെയാണ് ഉള്ളത്? Matrix of mitochondria ലാണ് ഉള്ളത്. സൈറ്റോപ്ലാസത്തിൽ ഇരിക്കുന്ന NADH നെ എങ്ങോട്ട് കൊണ്ടുവരണം? Matrix of mitochondria യിലേക്ക് കൊണ്ടുവരണം കേട്ടോ. So here as a result of glycolysis, NADH which is produced, that has been taken inside the matrix of mitochondria. As a result of link reaction and TCA cycle, whatever NADH and FADH2 has been produced, that is also present inside the matrix of mitochondria. അപ്പോൾ നമ്മുടെ matrix of mitochondria ഈ കാണുന്നതാണ്. ഈ എല്ലാ കോംപ്ലക്സും കാണുന്ന മാട്രിക്സിലല്ല, ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ഇന്നർ മെംബ്രെയിൻ. നമുക്ക് ഇത് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം കാണുന്ന ഇന്നർ മെംബ്രെയിനിലാണ്. ആൻഡ് ദിസ് പോർഷൻ ഈസ് ദ ഇന്നർ മെംബ്രെയിൻ ആൻഡ് ദിസ് പോർഷൻ ഈസ് ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഓക്കെ, സോ ഹിയർ വി ആർ ഗോയിങ് ടു ടേക്ക് ദ പവർ ഓഫ് NADH and FADH2 from the matrix to the intermembrane space. നമ്മൾ ഇതിന്റെ പവറിനെ ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് എടുക്കാൻ പോവാണ്. എങ്ങനെയാണെന്ന് നോക്കിക്കോ. See here we said NADH it will be taken from complex 1. അല്ലേ, NADH എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്? കോംപ്ലക്സ് 1 നിന്നായിരിക്കും എടുക്കുന്നത്. So here we can say one NADH molecule NADH plus H plus, it will be converted to NAD plus. അല്ലേ, ഒരു NADH NAD plus ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നോക്കിക്കേ, ഈ NADHന്റെ ഈ ഒരു ഹൈഡ്രജനും NADയുടെ ഒരു ഇലക്ട്രോണും കൊടുത്ത് ഒരു ഹൈഡ്രജൻ പ്രോട്ടോണിനെയും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് എത്ര ഹൈഡ്രജൻ കിട്ടും? 2 ഹൈഡ്രജൻ കിട്ടും അല്ലേ. ഒന്നുകൂടി ഞാൻ പറയാം. ഈ NADH എന്തായിട്ടാണ് മാറുന്നത്? NAD പ്ലസ് ആയിട്ടാണ് മാറുന്നത് അല്ലെ. അപ്പൊ ഈ NADHലിരിക്കുന്ന ഒരു ഹൈഡ്രജൻ നമുക്ക് എടുക്കാം. അതേപോലെ പിന്നെ ഉള്ളത് ബാക്കി എന്താണ്? NAD ആണ് അല്ലെ. ആ NAD ഓക്സിഡൈസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് ആ ഇലക്ട്രോൺ H+ന്റെ കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറും. So here we can get 2 hydrogen when NADH and H+ is converting to NAD+. Is it clear? ആ 2 H+ വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. NADH from where 1 hydrogen will be taken, NAD from where 1 electron will be taken and it is converting in the form of NAD+, and that electron it will be joined with 1 proton and it will be converted in the form of 1 hydrogen. So we will get together 2 hydrogen in this reaction, and the 2 hydrogen it will be passed through this way. ആ 2 hydrogen ആര് accept ചെയ്യും? FMN accept ചെയ്യും കേട്ടോ. This FMN it will pass this 2 hydrogen, and when it reaches in this region, this iron sulfur complex is nothing but an electron transporter. അതെന്താണ്? ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ മാത്രമാണ് എന്ത്? This iron sulfur complex. So what it will do? It will take only 2 electrons. ഇത് എന്ത് മാത്രമേ എടുക്കുള്ളൂ? 2 electron മാത്രമേ എടുക്കുള്ളൂ. So what happened? These 2 protons it will be moved to the intermembrane space. ആ intermembrane spaceലേക്ക് 2 proton move ചെയ്യും by giving its 2 electrons to iron sulfur complex. iron sulfur complexന് 2 ഇലക്ട്രോണിനെ കൊടുത്ത് 2 പ്രോട്ടോണിനെ intermembrane spaceലേക്ക് അത് മൂവ് ചെയ്യിപ്പിക്കും. That electron it will be given to UQ. പിന്നെ ആ ഇലക്ട്രോൺ കൊടുക്കുന്നത് ആർക്കാണ്? ഈ 2 ഇലക്ട്രോണിനെ UQ-നാണ് കൊടുക്കുക. കാരണം UQ that will be starving for electron, or it is an electron transporter, or it is an electron carrier. So when this electron is received by ubiquinone or UQ, this will become highly reduced. എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് 2 ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവുണ്ട് ആർക്കേൽക്കും. അപ്പൊ നോക്കുമ്പോ ഈ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയയിൽ ഇഷ്ടം പോലെ H+ ഉണ്ട്. അപ്പൊ ഇവര് 2 H+നെ ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കും. ആരുടെ ഉള്ളിലേക്ക്? യുബിക്വിനോണിന്റെ ഉള്ളിലേക്ക് എടുക്കും. So that 2 H+ and 2 electron it will be converted in the form of UQH2 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. So that UQH2 it will pass its electron alone to cytochrome B. It will be passing its electron to cytochrome B, and it will give that 2 H+ here.
Okay, അപ്പോൾ 2H പ്ലസും കൂടി എങ്ങോട്ടേക്ക് എടുത്തു? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എടുത്തു. എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ കാരണം ഈ യു ക്യു ഹൈലി റെഡ്യൂസ് ആണ്. യു ക്യുവിന് എച്ച് പ്ലസിന് ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ 2 പ്രോട്ടോൺ ഇന്നർ മെംബ്രെയിൻ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയെന്ന് ഇന്നർ മെംബ്രെയിനിലേക്ക് എടുത്ത് അത് UQH2 ആയിട്ട് മാറും. UQH2ന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആണ്. അവർ ഇലക്ട്രോണിനെ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുള്ളൂ. സോ ഹിയർ ദ സൈറ്റോക്രോം B will receive only electron and 2H plus it will be released to intermembrane space. And we can see this 2 electron, it will be passed to the next complex as iron sulfur. Here this will be passed through the iron sulfur and it reaches to ubiquinone again. Ubiquinone, when it reaches again, it will take the next electron. Next it will receive 2 electron. When it is receiving 2 electrons here, it will absorb 2 protons again from the matrix of mitochondria. ഇത് 2 ഇലക്ട്രോണിനെ റിസീവ് ചെയ്തത് 2 ഈ UQ വന്നിട്ട് ഹൈലി റെഡ്യൂസ്ഡ് ആവും. ആ റിഡക്ഷൻ കൊണ്ട് 2H പ്ലസിനെ ഇങ്ങോട്ട് എടുക്കും, യുബിക്വിനോണിലേക്ക് എടുക്കും. ആൻഡ് യുബിക്വിനോൺ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു UQH2 form. This UQH2 it will release 2H plus here and we can see the 2 electrons it is moving to cytochrome C1. Okay, ഈ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും, സൈറ്റോക്രോം C1 ലേക്ക് മൂവ് ചെയ്യും. ഈ സൈറ്റോക്രോം C1 ലേക്ക് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ again it reaches to cytochrome C and it goes to cytochrome A3. Here cytochrome A3 is the ഫൈനൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ A3യിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ A3 റെഡ്യൂസ് ആവുന്നില്ല. A3 ഇലക്ട്രോണിനെ ആർക്ക് വേണമെങ്കിലും വിട്ടുകൊടുക്കാൻ റെഡിയാവും. സോ ഹിയർ half O2 molecule will receive this electron. 2 electrons which is passing through this, it will be received by half O2 and it will combine with the 2H plus and it will become as H2O molecule. ഇത് ഒരു വാട്ടർ മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്യും. സോ ഹിയർ oxygen is the final electron acceptor here and this oxygen it received 2 electron and it will accept 2 protons and it will be converted in the form of 1 water molecule. Then we can see this in this side when 1 NADH is passing through this electron transport system. എത്ര H പ്ലസിന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്? 6H പ്ലസിന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. 6H പ്ലസ് ഇങ്ങോട്ട് പോന്നപ്പോൾ എത്ര പ്രോട്ടോൺ ഈ സൈഡിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്? മൊത്തം see here 2H plus it has been taken from this place, 2H plus it has been taken from this place. അതേപോലെ തന്നെ 1H പ്ലസ് ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം 5H പ്ലസിനെ നമ്മൾ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയനെ എടുത്തിട്ടാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ 6H പ്ലസ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. സോ ഹിയർ വി ക്യാൻ സീ സ്ലോലി ദ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഇൻ ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ദാറ്റ് H പ്ലസ് it will make a concentration gradient of H plus in between the intermembrane space and matrix of mitochondria. See here the H plus accumulation it will be seen in the intermembrane space and the matrix of mitochondria it will be having very less number of protons. Matrix of mitochondria കുറച്ച് പ്രോട്ടോൺ ഉണ്ടാവുള്ളൂ. Because of that the F0 complex of this oxysome it will get opened and the proton channel get opened and we can see the protons it is moving through this F0 and because of this opening of proton channels, because of the opening of this proton channel in the F0 we can see a structural configuration change in the F1 side also. F1 is an ATP synthase enzyme. F1 is an ATP synthase enzyme. F1 get activate and we can see F1 is converting when 2 proton when it is passing from this way 1 ADP molecule will be converted to 1 ATP molecule 2H plus. When it is passing we can see 1 ADP is converted to 1
ATP മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 6 പ്രോട്ടോൺ ഒരു NADH-ന് ഇങ്ങോട്ട് എടുക്കാൻ കഴിയും. ആ 6 പ്രോട്ടോൺ ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഏകദേശം 3 ATP മോളിക്യൂൾ സിന്തസൈസ് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. കേട്ടോ? അപ്പൊ നമുക്ക് ഈ NADH എങ്ങനെയാണ് ATP ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് ഒന്നും കൂടി നോക്കാം. കേട്ടോ? നമ്മൾ പറഞ്ഞു 5 കോംപ്ലക്സ് പ്രോട്ടീൻസ് ഉണ്ട്. കോംപ്ലക്സ് 1, 2, 3, 4, 5. ഓക്കെ, ആ കോംപ്ലക്സ് 1 വഴിയാണ് NADH എൻ്റർ ചെയ്യുന്നത്. എന്തിനകത്തേക്ക്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ഫസ്റ്റ് കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 1, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ NADH UQ റിഡക്ടേസ്. അതിന്റെ കമ്പോണൻസ് ആണ് FMN-ഉം അയൺ സൾഫർ കോംപ്ലക്സും. അതുകൊണ്ട് തന്നെ ഈ NADH and H+, it will give 2 hydrogen, and this 2 hydrogen it passes through FMN and it will pass its electron through iron sulfur complex, because ഇതെന്താണ്? അയൺ സൾഫർ കോംപ്ലക്സ് ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആണ്. അത് ഹൈഡ്രജനെ കടത്തിവിടില്ല. അപ്പൊ എന്താവും? this 2 hydrogen it will donate its 2 electron and we can see 2 proton it is going to intermembrane space. 2 proton ingottu povum, intermembrane space like povum. See here, 2 proton da intermembrane space like eduthu. Now we can see that 2 electrons it is passing from this iron sulfur complex to ubiquinone. Ubiquinone nu parayunnathu oru electron carrier aanu. Ubiquinone like electron etti kazhiyumba adu highly reduced down. Then it will try to get 2 protons from the matrix of mitochondria, because ഈ UQ 2 ഇലക്ട്രോണിനെ കൊടുക്കാൻ പാകത്തിനാണ് ഇരിക്കുന്നത്. കാരണം 2 ഇലക്ട്രോൺ അവർ റിസീവ് ചെയ്ത് ഹൈലി റെഡ്യൂസ്ഡ് കണ്ടീഷനിൽ ഇരിക്കുന്നതാണ്. സോ ഹിയർ it will absorb 2H+ here with UQ and it will be converted to UQH2. അത് UQH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ UQH2 ഇരിക്കുന്ന 2 ഹൈഡ്രജൻ ക്യാരി ചെയ്യുന്ന 2 ഇലക്ട്രോണിനെ സൈറ്റോക്രോം B റിസീവ് ചെയ്യും. കാരണം എന്താ? സൈറ്റോക്രോം B ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ. അപ്പൊ 2H+ ഇങ്ങോട്ട് പോകും, ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് പോകും. അതെവിടുന്നാ വന്നത്? മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ എന്നാണ് വന്നത്. സൈറ്റോക്രോം ബിയിലേക്ക് പോയ ഈ 2 ഇലക്ട്രോൺ ഇറ്റ് വിൽ പാസ് ടു അയൺ സൾഫർ കോംപ്ലക്സ് ആൻഡ് that will again pass to ubiquinone. ആ ubiquinone എങ്ങനെയാവും? വീണ്ടും highly reduced ആവും. അപ്പൊ എന്താവും? That will take 2H+ from the matrix of mitochondria and it will be converted to UQH2 form. ഈ UQH2 വേഗം അടുത്ത ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ സൈറ്റോക്രോം C1 ആണ്. അപ്പൊ എന്താവും? this will receive 2 electrons alone and 2H+ it will be given to intermembrane space. അപ്പൊ ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ here it has increased the number of protons, that is 6. 6 പ്രോട്ടോൺസ് ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ 6 പ്രോട്ടോൺസ് എവിടുന്ന് എടുത്തതാ? ഒന്നിനെ NADH കിട്ടിയതാ, ബാക്കി 5നെയും മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയെന്ന് എടുത്തതാണ് അല്ലെ. മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയെന്ന് എടുത്ത 6 പ്രോട്ടോൺസ് ഇറ്റ് ഹാസ് അക്യുമുലേറ്റഡ് ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറെ പ്രോട്ടോൺസിന്റെ നമ്പർ അങ്ങ് കുറഞ്ഞു പോയി. സോ ഹിയർ ദ സൈറ്റോക്രോം C1 when it receive electron it will pass to cytochrome C and it reaches to cytochrome A3 complex. സൈറ്റോക്രോം A3 കോംപ്ലക്സിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിനെ പിന്നെ റിസീവ് ചെയ്യുന്ന പുറത്തുനിന്നുള്ള ഓക്സിജൻ ആണ്. ആ ഓക്സിജൻ എവിടെ ഉണ്ടാവും? മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ. നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള ഓക്സിജൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ for receiving the final electron which is coming from cytochrome A3. A3 എന്ന് വരുന്ന 2 ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുന്ന ഒരു ഓക്സിജൻ ആറ്റം ആണ്, അല്ലെങ്കിൽ ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ പകുതി. half O2 will receive 2 electrons and that 2 electron it will be hand over to 2H+. 2H+നെ ഹാൻഡ് ഓവർ ചെയ്ത് അതൊരു വാട്ടർ മോളിക്യൂൾ ആയിട്ട് മാറി. അവിടെയും പോയി 2 പ്രോട്ടോൺസ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറെ പ്രോട്ടോൺസിനെ എങ്ങോട്ട് എടുത്തു, എങ്ങനെയൊക്കെയോ ഈ 2 പ്രോട്ടോൺ വാട്ടർ ഉണ്ടാവാൻ പോയി, ബാക്കി എല്ലാത്തിനെയും എങ്ങോട്ടേക്ക് എടുത്തു? ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് എടുത്തു. അപ്പൊ ഇന്റർമെംബ്രെയിൻ സ്പേസിൽ ഓട്ടോമാറ്റിക്കലി എ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇൻക്രിമെന്റ് വിൽ ബി there. That will make a proton gradient in between the intermembrane space and matrix of mitochondria. It will make a gradient in between intermembrane space and matrix of mitochondria and that will activate F0. അപ്പൊ ഒരു പ്രോട്ടോണിന്റെ തള്ളു വരും എവിടെ? ഈ ഇന്റർമെംബ്രെയിൻ സ്പേസിൽ. ആ പ്രോട്ടോണിന്റെ തള്ള്
കൊണ്ട് F0 എന്ന് പറയുന്ന ഈ പ്രോട്ടോൺ ചാനൽ ഇറ്റ് വിൽ ഗെറ്റ് ഓപ്പൺ. F0 എന്ന് പറയുന്ന പ്രോട്ടോൺ ചാനൽ ഓപ്പൺ ആവും. F0 പ്രോട്ടോൺ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൊള്ള് നേരെ ഇങ്ങനെ തിരിഞ്ഞപ്പോഴാണ് ഓപ്പൺ ആവുന്നെങ്കിൽ അതിനോട് ഘടിപ്പിച്ചിട്ടുള്ള വേറൊരു പ്രോട്ടീനിന്റെ സ്ട്രക്ചറും ചേഞ്ച് ആവാം. സോ ഹിയർ F1 complex also will be changed its structure to get activate ATP synthase. ഈ F0 കോംപ്ലക്സിന്റെ ആക്ടിവിറ്റി എന്താണ്? ATP synthase ആണ് കേട്ടോ. ATP synthase enzyme ആണ് F0 കോംപ്ലക്സ്, F1 കോംപ്ലക്സ്. So here we can say രണ്ട് പ്രോട്ടോൺ ഈ F0 വഴി F1 വഴി പാസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ADP മോളിക്യൂൾ ഒരു ATP മോളിക്യൂൾ ആയിട്ട് മാറിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ 1 NADH when it passes through the electron transport system, it will produce 2 into 3 ATP molecule. 6 ATP molecule ഉണ്ടാക്കും അല്ലേ? 6 ATP molecules will be produced. Clear? ഇതാണ് NADH ന്റെ ATP conversion. എന്ന് പറഞ്ഞാൽ here how many ATP molecules will be produced? 6 12 ATP molecule ഉണ്ടാവും ഇവിടെ അല്ലേ? 12 ATP molecule ദാ സോറി അങ്ങനെയല്ല, 2 into 3 അല്ല. NADH and H plus when it is converting into ATP molecule, ഇതൊരു ATP ഉണ്ടാക്കും, ഇതൊരു ATP ഉണ്ടാക്കും, ഇതൊരു ATP ഉണ്ടാക്കും. So total 3 ATP molecules will be produced. 1 NADH it will produce 3 ATP molecule, right? രണ്ട് പ്രോട്ടോൺ മൂവ് ചെയ്യുമ്പോൾ ഒരു ATP molecule ആണ് ഉണ്ടാകുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇരട്ടിയാക്കി എടുത്തു പോയി, സോറി. So 1 NADH when it is passing through the electron transport system we will get 3 ATP molecule. എന്ന് പറഞ്ഞാൽ ഇവിടെ 2 NADH ഉണ്ടെങ്കിൽ എത്ര ATP molecule ഉണ്ടാവാം? 6 ATP molecule can be produced here അല്ലേ? ലിങ്ക് റിയാക്ഷനിൽ എത്ര ATP ഉണ്ടാവും? 6 ATP ഉണ്ടാവും. അതേപോലെ TCA സൈക്കിളിൽ എത്ര ATP ഉണ്ടാവും നോക്കിയേ? 6 12 ATP molecule ഉണ്ടാവും അല്ലേ? Now ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് എന്താണ്? FADH2 ആണ്. FADH2 നെ ATP മോളിക്യൂൾ ആയിട്ട് മാറ്റുമ്പോൾ how it will be converted in the form of ATP. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ I'm just rubbing this one. ഓക്കെ, ഇത് ഞാൻ അങ്ങോട്ട് മാച്ച് കളയാണ് കേട്ടോ. ഇത് വേണ്ട നമുക്കിനി. ഈ നീല കളറൊക്കെ ഞാൻ മാച്ച് കളയുന്നുണ്ട്. Remaining let it be here. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. സോ ഈ FADH2 it will be entered in the electron transport system through complex 2. Complex 2 വഴിയാണ് FADH2 enter ചെയ്യുന്നത്. So here I am just going to show FADH2 it is entered through this complex 2 and it will be converted in the form of FAD plus FADH2. It will be converted in the form of FAD plus. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? രണ്ട് പ്രോട്ടോൺസിനെ it will be transported through, it will help in transporting through the succinate eukaryotic or FAD-FES complex. ഇതിനകത്ത് ഈ രണ്ട് പ്രോട്ടോൺ, രണ്ട് ഹൈഡ്രജൻ റിസീവ് ചെയ്യുന്ന ആരായിരിക്കും അറിയോ? രണ്ട് ഹൈഡ്രജനെ റിസീവ് ചെയ്യുന്നത് ഈ അയൺ സൾഫർ കോംപ്ലക്സ് ആണ്. ഈ അയൺ സൾഫർ കോംപ്ലക്സിൽ കൂടെ വരുന്ന രണ്ട് ഹൈഡ്രജൻ in that 2 electrons are present and 2 protons are present, right? അതിനകത്ത് രണ്ട് ഇലക്ട്രോണിനെ ആര് റിസീവ് ചെയ്യുന്നറിയോ? സൈറ്റോക്രോം ബി റിസീവ് ചെയ്യും. സൈറ്റോക്രോം ബി വിൽ റിസീവ് ദാറ്റ് 2 ഇലക്ട്രോൺസ്. ഓക്കെ, ആ രണ്ട് ഇലക്ട്രോണിനെ ആര് റിസീവ് ചെയ്യും? സൈറ്റോക്രോം ബി റിസീവ് ചെയ്യും. അപ്പൊ എന്താവെന്ന് വെച്ചാൽ രണ്ട് പ്രോട്ടോണിനെ എങ്ങോട്ട് കൊടുക്കും? ഇറ്റ് വിൽ ബി ഗിവിംഗ് ടു ദ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ. ഇറ്റ് വിൽ ബി ഗിവിംഗ് ടു മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലേക്ക് 2H+ കൊടുത്തു. Now ഈ രണ്ട് ഇലക്ട്രോൺ എങ്ങോട്ട് പാസ് ചെയ്യുന്നറിയോ? It will be passed to iron sulfur complex, and again we can see this iron sulfur complex it will pass the 2 electrons to ubiquinone. Ubiquinone എത്തുന്ന ഈ രണ്ട് ഇലക്ട്രോൺ 2H+ നെ എവിടെ നിന്ന് എടുക്കും? From the matrix of mitochondria, and it will become as UQH2 and it pass that to
proton here and it will transport that 2 electron here. And we can see that 2 electron is passing through cytochrome C. It reaches to cytochrome A3 and that 2 electrons will be received by half O2 to convert the 2H plus and half O2 to water molecule. Okay, then we can see 4 protons. It is accumulating when one FADH2 is passing through the electron transport system. അപ്പോൾ നോക്കിക്കേ ഇവിടെ ഉണ്ടാകുന്ന 6 H പ്ലസിന് പകരം 4 H പ്ലസ് ഉണ്ടാകുന്നുള്ളൂ. So here 1 FADH2 when it is passing through the electron transport system is 2H plus when it passes through the F0 F1 complex. We know 1 ATP molecule will be synthesized. So ഒരു 4 2H plus F0 F1 complex വഴി പാസ് ചെയ്താൽ എത്ര ATP ഉണ്ടാവും? 2 ATP molecule ഉണ്ടാവും അല്ലേ? 2 ATP molecules will be produced. അപ്പോൾ ഇതിന്റെ പാത്വേ ഒന്നുകൂടി നോക്കിക്കോ. complex 2 enter ചെയ്യുക. complex 2 enter ചെയ്യുക എന്ന് പറഞ്ഞാൽ here we can see the FADH2 it will give 2 hydrogen here. ആ 2 hydrogen UQH2 ൽ കയറുന്നില്ല കേട്ടോ. ഇത് എന്തിന്റെ ഭാഗമാണ്? complex 1ന്റെ ഭാഗമാണ്. complex 2 നേരെ cytochrome B ലേക്ക് അത് കൊടുക്കുന്നത്. FAD iron sulfur. Then after that it is going to the third complex. So here we can see iron sulfur complex ഇന്ന് നേരെ cytochrome B ലേക്ക് വരും. cytochrome B ലേക്ക് വരുമ്പോൾ 2 H plus ഇങ്ങോട്ട് റിലീസ് ചെയ്യും. ആ 2 ഇലക്ട്രോൺ അയൺ സൾഫർ കോംപ്ലക്സിൽ കൂടെ വീണ്ടും പാസ് ചെയ്ത് യൂബിക്വിനോണിൽ എത്തിക്കഴിയുമ്പോൾ യൂബിക്വിനോൺ ഹൈലി റെഡ്യൂസ്ഡ് ആവും. ആ ഹൈലി റെഡ്യൂസ്ഡ് ആയി ഈ ഒരു യൂബിക്വിനോൺ 2 പ്രോട്ടോണിന്റെ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ എടുക്കും. UQH2 ആയിട്ട് മാറും. ആ H2ന്റെ 2 H പ്ലസിനെ ഇങ്ങോട്ട് കൊടുക്കും. ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് കൊടുക്കും. ആ ഇലക്ട്രോൺസ് സൈറ്റോക്രോം C1C സൈറ്റോക്രോം A3 വഴി പാസ് ചെയ്യും. സൈറ്റോക്രോം A3 എത്തുമ്പോൾ അത് ഓക്സിജന് കൊടുത്തിട്ട് ആ ഓക്സിജൻ 2 പ്രോട്ടോണുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും? ഒരു വാട്ടർ മോളിക്യൂൾ ആയിട്ട് മാറും. Then after that we can see the 4 H plus which has accumulated in the intermembrane space when it passes through F0 F1 complex. Each 2 H plus it will give rise to 1 ATP molecule. So we can say 1 FADH2 it gives 2 ATP molecule. അപ്പോൾ ഇവിടെ 2 FADH2 എത്ര ATP molecule produce ചെയ്യും? 4 ATP molecules will be produced. Is it clear? Now if we calculate how much ATP molecule will be synthesized in the complete glycolysis complete oxidation of a glucose molecule. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഗ്ലൈക്കോളിസിസ് വഴിയും ക്രബ് സൈക്കിൾ വഴിയും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴിയും എത്ര ATP മോളിക്യൂൾസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ we can say that 2 ATP it is produced already in the form of ATP itself in glycolysis. 6 ATP it is produced because of NADH produced in the glycolysis cytoplasm, and link reaction in that 6 ATP is produced. TCA cycle in that 12 ATP molecules are produced. Not 12 molecules, 6 NADH. 2 NADH it will produce 6 ATP. Each NADH it can produce 3 ATP molecule, right? നമ്മുടെ കണക്കുകൂടെ തെറ്റിപ്പോയി. This is 18 ATP molecules synthesize ചെയ്യും കേട്ടോ. കാരണം എന്താ? ഒരു NADH 3 ATP ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ 6 NADH എത്ര ഉണ്ടാക്കും? 18 ATP ഉണ്ടാക്കും. I'm so sorry. But 6 NADH it will produce 18 ATP. 2 FADH2 each one it will produce 2 ATP molecules. So here 2 FADH2 it produce 4 ATP molecule, and we know in Krebs cycle already 2 ATP molecule ready made it is there. So total how many ATPs are there? You just calculate. 6 2 8 8 6 14 14 18 14 മിനിറ്റ് എത്രയാ? 32 32 4 36 36 38 ATP molecule produce ചെയ്യുന്നുണ്ട് അല്ലേ? 2 plus 4 6 6 plus 18 24 24 plus 6 that is 30 30 plus 6 36 36 plus 2 that is 38. So 38 molecules of ATP are produced during the oxidation of glucose molecule. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി 38 ATP മോളിക്യൂൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ എഡിഷൻ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 38 ATP മോളിക്യൂൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ പഴയ വേർഷൻ NCERT ടെക്സ്റ്റ് ബുക്കിൽ അത് 36 ATP മോളിക്യൂൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 36 ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നത് NADH which is produced in the cytoplasm. എങ്ങനെയാണ് ഏത് ഫോമിലാണ് മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയയിലേക്ക് എടുക്കുന്നതെന്ന് അനുസരിച്ചിട്ടാണ്. അതൊരു ഷട്ടിൽ മെക്കാനിസം വഴിയാണ് കേട്ടോ.
അപ്പൊ അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടാത്തത് കൊണ്ടാവാം ഒരു പക്ഷെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ 36 എന്നുള്ള 38 ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു 36 വരാനും 38 വരാനും കാരണം എന്താന്ന് ആ ഷട്ടിൽ മെക്കാനിസം പറഞ്ഞാൽ മനസ്സിലാവും. ഞാനത് അടുത്ത സെഷനിൽ പറഞ്ഞുതരാം ഷട്ടിൽ മെക്കാനിസം എന്താന്ന്. ഷട്ടിൽ മെക്കാനിസം പറയുന്നതിൻ്റെ ഒപ്പം നമ്മൾ ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പഴയ വെർഷൻ ബുക്ക് വെച്ചിട്ടാണ്, പുതിയ വെർഷൻ ബുക്ക് വെച്ചിട്ടല്ല. പുതിയ വെർഷൻ ബുക്ക് വെച്ചിട്ട് എനിക്ക് നോക്കിയപ്പോൾ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് 4 പ്രോട്ടോൺ ഒരുമിച്ച് ഉള്ളിലേക്ക് വരുന്നതായിട്ടാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പഴയ വേർഷൻ പറഞ്ഞു തന്നത്. ഇതിനകത്ത് എക്സ്പ്ലനേഷൻ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇതാണ് ആക്ച്വലി നടക്കുന്നത്. അത് മറ്റേതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ IUQ ഒക്കെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ, അടുത്ത സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നമുക്ക് ഈ 36 ATP മോളിക്യൂളിന് എന്തുകൊണ്ടാണ് എഴുതിയത്, പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ 36 ATP മോളിക്യൂൾസ് എഴുതിയിട്ടുണ്ട്. അത് തെറ്റായതുകൊണ്ടാണോ തിരുത്തിയത് 38 ആക്കിയത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനും വേണ്ട. അത് ഞാൻ അടുത്ത സെഷനിൽ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. So we will study both in the next session. So here we can say 38 ATP molecule. According to NCERT textbook, it is like that. One complete oxidation of glucose when take place, it will produce 38 ATP molecules. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ ആ 38 ATP molecule വെച്ചിട്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് നോക്കാം എന്തായിരുന്നു ആ 36 ATP molecule എന്ന് പറയാനുള്ള കാരണം. ദാറ്റ് വെൻ ടു എക്സ്പ്ലെയിൻ ദാറ്റ് വി നീഡ് ടു സ്റ്റഡി ദ ഷട്ടിൽ മെക്കാനിസം. 2 തരത്തിലുള്ള ഷട്ടിൽ മെക്കാനിസം ഉണ്ട്, അത് രണ്ടും പറഞ്ഞുതരാം. അതുപോലെ നമുക്ക് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ അതായത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അപ്ഡേഷൻ ഉണ്ടല്ലോ, അതും ഞാനൊന്ന് പറഞ്ഞുതരാം. Okay, now you just study this. If you study this much, then it will be very easy to study that new version. Okay, so we'll see in the next session.